ഹലോ, ആലിപ്പഴം ഹോം മെയ്ഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല, എന്നാൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ജ്യൂസ് റെസിപ്പിയാണ്. അതിനു മുൻപായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. ഈ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ കുറച്ച് സപ്പോട്ട വേണം. തൊലിയും കുരുവെല്ലാം കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത ഒരു 5 സപ്പോട്ടയാണിത്. ഇതേപോലെ ചെറിയ പീസാക്കി നമുക്കിതൊരു മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. വൈറ്റമിനുകൾ ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് സപ്പോട്ട. ഇനി ഇതിലോട്ട് കുറച്ച് ബീട്രൂട്ട് വേണം. ഇതൊരു ചെറിയ ബീട്രൂട്ടാണ്. തൊലിയെല്ലാം കളഞ്ഞ് ഇതേപോലെ ചെറിയ പീസാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. വെന്തതിന് ശേഷം നന്നായി ചൂട് തണിഞ്ഞതിന് ശേഷം മാത്രമേ ജ്യൂസ് അടിക്കാൻ എടുക്കാവൂ. വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും നല്ലൊരു വെജിറ്റബിളാണ് ബീട്രൂട്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 2 റോബസ്റ്റ പഴം കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ റോബസ്റ്റ പഴം തൊലിയെല്ലാം കളഞ്ഞ് 2 റോബസ്റ്റ പഴം കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത് ബീട്രൂട്ടിൻ്റെ വെള്ളമാണ്. ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം ഉണ്ടാവും. നന്നായി തണുത്തതിന് ശേഷം മാത്രം ജ്യൂസ് അടിക്കാൻ എടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് കുറച്ച് ഐസ് ക്യൂബാണ്. ഇതേപോലെ ഒരു ബൗളിൽ കുറച്ചധികം ഐസ് ക്യൂബ് എടുത്താലും കുഴപ്പമില്ല. ഇതേപോലെ ഐസ് ക്യൂബ് ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ നല്ല ക്രീമായിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് പാല് ചേർത്ത് കൊടുക്കണം. തിളപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത 2 ഗ്ലാസ് പാലാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഈ പാല് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ അതുകൂടി ചേർത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് കുറച്ച് പഞ്ചസാരയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലൊരു ടേസ്റ്റ് കൂടി കിട്ടാൻ വേണ്ടി കുറച്ച് വാനില ഐസ്ക്രീമാണ് ഞാനിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടി ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ഒന്നും കൂടി അടിച്ചെടുത്തിട്ട് വരണം. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ടല്ലേ, ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം അത് ജ്യൂസിൻ്റെ തിക്നെസ് തന്നെയാണ്. ഇതിൽ വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, എന്നാലും നല്ല പാകത്തിനായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് ബ്ലാക്ക് കസ്കസ് ചേർത്ത് കൊടുക്കണം. ഞാനിതൊരു 1 ടേബിൾ സ്പൂൺ ബ്ലാക്ക് കസ്കസ് കുറച്ച് വെള്ളത്തിൽ കുതിർത്തിയതാണ്. അപ്പോൾ ഏകദേശം 1 മിനിറ്റൊക്കെ മതിയാവും ഈ കസ്കസ് ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടി. അതും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ ജ്യൂസ് നമുക്ക് സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ അതിന് മുൻപായി ഞാൻ ഈ ഗ്ലാസ് ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട്. അതിന് വേണ്ടി ഇവിടെ കുറച്ച് റുവാബ്സയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ റുവാബ്സ ഗ്ലാസിൻ്റെ എല്ലാ വശത്തോട്ടും ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ റുവാബ്സ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ടൊരു സർബത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഐസും പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്താൽ മതി. ഈ റുവാബ്സയിൽ ഒരു 13 ഫ്രൂട്ട്സ്, അതുപോലെ താമരയുടെ ഇതൾ, റോസിൻ്റെ ഇതൾ, വേരുകൾ, പല ഇലകളെല്ലാം ചേർത്തുണ്ടാക്കിയ നല്ലൊരു സിറപ്പാണ് ഈ റുവാബ്സ. ഇനി ഈ ജ്യൂസ് നമുക്ക് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ റുവാബ്സ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ജ്യൂസ് ഇതേപോലെ നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ചും കൂടി ഐസ്ക്രീം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ കുറച്ച് അധികം ഐസ്ക്രീം നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ജ്യൂസിന് ഐസ്ക്രീം ചേർത്ത് കൊടുക്കുമ്പോഴാണ് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഈ ഐസ്ക്രീമിൻ്റെ മുകളിൽ കൂടി 1 ടീസ്പൂൺ റുവാബ്സ സിറപ്പ് എടുത്ത് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു കാണാൻ നല്ലൊരു ഭംഗിയാണ്, കഴിക്കാനും അതിലേറെ ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇവിടെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.